ഏറെ വിവാദങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാക്കിയ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്താനുള്ള സാധ്യത തെളിയുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് ഈ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും കോടതിയുടെ അനുമതിയോടെ ഇത് പുനരന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. PP ദിവ്യ എന്ന CPM നേതാവ് ഇവർ നവീൻ ബാബുവിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. അതിന്റെ വിഷമത്തിൽ കണ്ണൂരിൽ വെച്ച് പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇപ്പോൾ കേസിലെ നിലവിലെ നിലപാട്. പക്ഷേ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, ഇത് മനഃപൂർവ്വമുള്ള നരഹത്യയാണെന്നും കൊലപാതകമാണെന്നും വരെ വാർത്തകൾ അന്നുണ്ടായിരുന്നു. ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ, അതും ഒരു മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ അവഹേളിച്ച് കൊലപ്പെടുത്തിയതിന് എതിരെ അന്ന് PP ദിവ്യക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇവരെ മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് CPMനെതിരെ ദിവ്യ പലകുറി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ ഒരു രാഷ്ട്രീയ പ്രവർത്തക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്ന് കണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന KK രാഗേഷ് ഇവർക്ക് സീറ്റ് നിഷേധിച്ചത് എന്നും അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആരൊക്കെ കുറ്റാരോപിതരാണ്? PP ദിവ്യയുടെ ഇടപാടുകൾ എന്തൊക്കെയാണ്? PP ദിവ്യ എന്തിനാണ് നവീൻ ബാബുവിനെ ഇത്തരത്തിൽ അവഹേളിച്ചത്, അപമാനിച്ചത്? ആത്മഹത്യയാണെങ്കിൽ ആ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് എന്തിനാണ്? ഇത് വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിവേദനം നൽകിയിരിക്കുന്നത്. കേരള സമൂഹവും ഞങ്ങളും ഏറെ നാളായി കാത്തിരിക്കുന്നതാണ് നിഷ്പക്ഷവും നീതിയുക്തവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യമാണ്. അന്വേഷണത്തിന് വേണ്ട നടപടികളെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഞങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും നിവേദനം സമർപ്പിക്കാനായി തിരുവനന്തപുരത്ത് എത്തി. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ അന്വേഷണത്തിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകാമെന്ന് ഇന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയതായി വിവരമുണ്ട്. തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് പുനരന്വേഷിക്കേണ്ട കേസ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് ഒരു വഴിക്കാക്കിയ കേസ്, CPMനും CPM നേതാക്കൾക്കുമെതിരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയർത്തിയ കേസ്, ഒരു നിരപരാധിയായ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ്, അത് തീർച്ചയായിട്ടും പുനരന്വേഷിക്കണം എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും നാട്ടുകാരും പത്തനംതിട്ട ജില്ലയിലെ CPM നേതാക്കൾ പോലും ആവശ്യപ്പെടുന്നത്, അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ മുഖ്യമന്ത്രി VD സതീശനെയും കണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പുനരന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. പലകുറി ഈ കേസിൽ ദുരൂഹതകളും വിവാദങ്ങളും നിലനിന്നിരുന്നു. പലരെയും പോലീസ് രക്ഷിക്കാൻ ശ്രമിച്ചതായുള്ള ആരോപണവും നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ച് കോടതിയുടെ അനുമതിയോടെ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്ന അഭിപ്രായമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. നവീൻ ബാബുവിനെ കൊന്നതാണോ? നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ്? PP ദിവ്യ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? PP ദിവ്യയ്ക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കുന്നതിൽ നിന്ന് നവീൻ ബാബു തടസ്സം നിന്നിരുന്നു? PP ദിവ്യയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നവീൻ ബാബുവിന് അറിയാമായിരുന്നു? അത്തരത്തിൽ ഉള്ള ഒരു പകതീർക്കലാണോ PP ദിവ്യയും കൂട്ടരും CPMും CPMലെ ചില നേതാക്കളും ചേർന്ന് നടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ന് ബാക്കിയാവുകയാണ്. തീർച്ചയായിട്ടും പുനരന്വേഷണം നടത്തി കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് CPMലെ ചില നേതാക്കൾ പോലും. തീർച്ചയായിട്ടും പുനരന്വേഷണവും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തലും ഉടൻ തന്നെ ഉണ്ടാകും എന്ന് കേരള ജനതയും പ്രതീക്ഷിക്കുന്നു.